ഹലോ ഹായ് നമസ്കാരം, ഞാൻ പ്രിയങ്ക. എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും. അതിനകത്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നാരങ്ങ അച്ചാറാണ്. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന, ഒട്ടും കയ്പില്ലാതെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ. അതിനായിട്ട് ഞാനൊരു സോസ് പാനിലോട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം. ഇതിനകത്തോട്ട് ഞാൻ 1 സ്പൂൺ അളവിൽ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്ന വെള്ളമെല്ലാം നന്നായിട്ടും തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കാം. മുറിക്കൊന്നും ചെയ്യല്ലേ, മൊത്തമായിട്ട് ഇട്ട് കൊടുക്കണം. ഈ നാരങ്ങ ഇട്ടതിന് ശേഷം ഈ നാരങ്ങയും വെള്ളം എല്ലാം കൂടെ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ നാരങ്ങയെല്ലാം നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടാനായിട്ടാണ്. നമ്മൾ ഇട്ട് കൊടുത്തിരുന്ന നാരങ്ങയെല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുക്കാനായിട്ടൊന്ന് അനുവദിക്കാം. ഇത് തണുത്ത് വന്നാൽ നോർമൽ വാട്ടറിൽ ഇത് കഴുകിയെടുക്കണം. ഞാനിതെല്ലാം ഒന്ന് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമെല്ലാം ഒരു തുണി വെച്ചിട്ടൊന്ന് ഒപ്പിയെടുക്കണം. നാരങ്ങ കേടുകൂടാതെ വളരെ കാലം ഈ അച്ചാർ ഇരിക്കും കേട്ടോ, അതിനായിട്ടാണ്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരു നാരങ്ങ 4ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കി 1 ദിവസം ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് അച്ചാറിടാനായിട്ട് ഉപയോഗിക്കാം. ഇനി ഒരു പാനും ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലെണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതിയാവും. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ചളവിൽ ഉലുവ, ഒരു പിഞ്ചളവിൽ നല്ല ജീരകം, ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. നമ്മളിട്ട് കൊടുത്തിരുന്ന ഉലുവയും നല്ല ജീരകവും കടുകും എല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഇതിനകത്തോട്ട് 2 വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചതോട് ചേർത്ത് കൊടുക്കാം. മുളകൊന്ന് മൂത്ത് വന്നാൽ ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1 കൂടം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, അതോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരും. ഇനി ഇതിനകത്തോട്ട് മുഴുവൻ കായമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 പീസ് ചെറുതായിട്ട് മുറിച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി ഉണ്ടെങ്കിൽ അത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയോട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറി നന്നായിട്ടൊന്ന് കളറ് മാറി വരുവേ. ആ സമയം നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമുള്ള പൊടികളൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് കണ്ടോ നന്നായിട്ടൊന്ന് വഴന്ന് നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയം ഒരു 2 സ്പൂണ് മുളക് പൊടി, 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കരിഞ്ഞു പോകല്ലേ, ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കണേ. ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നാരങ്ങയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് വിനാഗിരി ഈ ഒരു അളവിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഉപ്പ് വേണമെങ്കിൽ ഈ സമയം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയം നമുക്ക് കായപ്പൊടി ഉണ്ടെങ്കിൽ ആ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാമേ. നമ്മുടെ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം കേട്ടോ. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ.